നിറഞ്ഞൊഴുകുന്ന അനർത്ഥങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാടും ഓരോ ദിവസവും നടക്കുമ്പോൾ അവയൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വലിയനായ ദൈവം നമ്മെ എത്രമാത്രം കാത്തു പരിപാലിക്കുന്നു എന്നുള്ളത് എത്ര പേര് ഞാൻ ഉൾപ്പെടെ ഓർക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കുടുംബങ്ങൾ കർത്താവ് പലവിധമായ മുഖാന്തരം കൂടെ കർത്താവ് നിരാശയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവയൊന്നും നമ്മെ ഏൽക്കാതെ വലിയനായ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുതലിനാണ് നിന്നോട് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അല്പനേരത്തെ ചിന്തിക്കായിട്ട് യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 14 verses 1 and 2. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ 515-ാമത്തെ പേജ്. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകും. അവൻ പൂ പോലെ വിടർന്ന് ഒഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. കണ്ണുകളെ അടയ്ക്ക് മുമ്പിൽ വാങ്ങുന്നുണ്ടെങ്കിൽ സ്നേഹവനായി ഞങ്ങൾ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ വായിച്ചു കേട്ടല്ലോ. അതിന് മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരും താഴ്ത്തി സമർപ്പിക്കും. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. വചനത്താൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. വചനം പ്രസംഗിക്കുന്ന ഇടയുള്ളപ്പോൾ കേൾക്കുന്നവർക്ക് മക്കളുടെ ആരുടെയും അനുഗ്രഹത്തിന് തടസ്സമായി സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. പ്രാർത്ഥന കേട്ടനാണ് സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ കേൾക്കണമേ. ആമേൻ. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകും. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകും, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകും. ഓരോ ദിവസവും എത്ര പേര് ഓർക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഇത് നമ്മുടെ ജീവിതം ഓരോ ദിവസവും ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളും നികത്തി ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ തണയിപ്പാനിടയാകും. സംശയമില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, അടുത്ത ആഴ്ച ഞാനോ നിങ്ങളോ കാണുമെന്ന് ആർക്കും നിശ്ചയമില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ 2 കാര്യമേ ഉള്ളൂ നിശ്ചയം. ഒന്ന്, ഞാൻ മരിക്കും. 2, നമ്മുടെ കർത്താവ് വീണ്ടും വരും. മറ്റു യാതൊന്നിനും നിശ്ചയമില്ല. എന്നാൽ ലോകമനുഷ്യരായ പലരും നാളെ ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഞാൻ ഇന്നത് ചെയ്യും, കുറെ കഴിയുമ്പോൾ ഞാൻ ഇന്നത് ചെയ്യും എന്ന് അവർ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി പറയുകയാണ്. എന്നാൽ തീരുമാനമെടുത്ത പലരും അവരെടുത്ത തീരുമാനങ്ങൾ നിറവേറ്റാതെ ലോകത്തിൽ കടന്നു പോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചത് ദൈവഭക്തനായ യോബിനെ കുറിച്ചാണ്. അദ്ദേഹം തിരുവചനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഏക വ്യക്തി എന്ന നിലയിലാണ്. ദൈവത്തിന് സ്തോത്രം. സഹിഷ്ണുതയുടെ മറ്റൊരു ആൾരൂപമായിട്ടാണ് നാം വേദപുസ്തകത്തിൽ ഭക്തനായ മനുഷ്യനെ കാണുന്നത്. സകലതും നഷ്ടപ്പെട്ടിട്ടും ദൈവഹിതത്തിനായി ഇത്രയേറെ സമർപ്പിക്കപ്പെട്ട വേറൊരു വ്യക്തി വിശുദ്ധ വേദപുസ്തകത്തിലില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തോടും തൻ്റെ കുടുംബത്തോടും, എന്തിന് സമസൃഷ്ടികളോടും പോലും യാതൊരുവിധ പരാതിയോ പരിഭവമോ കാണിക്കാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു ദൈവഭക്തനായിരുന്നു യോബ്. യോബ് തൻ്റെ സ്നേഹിതന്മാരുമായിട്ടുള്ള വാദപ്രതിവാദങ്ങളുടെ നടുവിലും തൻ്റെ നാവിനെ പിഴയ്ക്കാതെ സൂക്ഷിക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണ്. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിൽ നമ്മുടെ നാവ് ഏതെല്ലാം സാഹചര്യത്തിൽ പിഴച്ചു പോകുന്നുണ്ട്.
ഒരുപക്ഷെ അതെല്ലാം ദൈവസ്ഥയിൽ പാപം തന്നെ. നാം വിചാരിക്കും, ഞാൻ പുകവലിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ ആരുമായിട്ട് വഴക്ക് കൂടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ദുഷ്പ്രവൃത്തിയിൽ ഏർപ്പെടുന്നില്ല. നമ്മുടെ നാവ് പിഴയ്ക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ പാപമാണ്. താൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തില് മറ്റാർക്കും കാണുവാൻ കഴിയാതിരുന്ന പല നല്ല സ്വഭാവങ്ങളുടെയും ഉടമയായിരുന്നു ഈ മനുഷ്യൻ. മധ്യപൂർവ്വദേശത്തിലെ സകല മനുഷ്യരിലും മഹാനായിരുന്നു ഇദ്ദേഹം. മധ്യപൂർവ്വദേശം എന്ന് പറയുമ്പോൾ വേദചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇറാഖാണ്. യോബ് ഏത് ദേശക്കാരനായിരുന്നു എന്നാണ് യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്? യോബ് എവിടുത്തുകാരനായിരുന്നു? ഒരാൾ മാത്രമേ പറഞ്ഞു. ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഊസ് ദേശക്കാരനായിരുന്നു യോബ്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഏറ്റവും സമ്പന്നന്മാരുടെ പട്ടികയിലായിരുന്നു യോബിന്റെ സ്ഥാനം. ഇത്രയും സമ്പന്നനായ മനുഷ്യൻ പോലും ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരുന്നു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു 1,00,000 രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ അഹങ്കാരമാണ്, അല്ലേ? ഇത്രയും സമ്പന്നനായ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതൽ ദാസന്മാരും കന്നുകാലികളും ആടുമാടുകളും ഭൂസ്വത്തും ഉള്ള മനുഷ്യനായിരുന്നു. എന്നിട്ടും ഇദ്ദേഹം ദൈവഹിതപ്രകാരം ജീവിച്ച് നല്ല സാക്ഷ്യത്തിന്റെ ഉടമയായി തീർന്നു. ഹല്ലേലൂയ. ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച സാത്താനോട് ദൈവത്തിൽ ചെന്നപ്പോൾ തന്റെ ഭക്തനെ കുറിച്ച് പറയുന്ന വാക്കുകൾ എത്ര ശ്രേഷ്ഠമേറിയതാണ്. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായ അവനെ പോലെ ഭൂമി ആരുമില്ലല്ലോ എന്ന വാക്ക് കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ മധ്യത്തിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇനി രാവിലെ സമയം എന്നെയും നിങ്ങളെ കുറിച്ച് എന്താ സാക്ഷ്യം പറയുന്നത്? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്. എന്നെയും നിങ്ങളെപ്പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നോ? ദൈവം എന്താ നമ്മെ കുറിച്ച് പറയുന്നത്? പറയുമ്പോഴെല്ലാം ഇവിടെ വന്ന് പ്രസംഗിക്കും, പാടും, പ്രാർത്ഥിക്കും, ആരാധനയെ സംബന്ധിക്കും. പക്ഷേ നമ്മുടെ സാക്ഷ്യം എന്താണ് ദൈവത്തിന്റെ മുമ്പിൽ? ഈ വാക്ക് ഒരു മനുഷ്യനെ കുറിച്ച് പിശാച് ആദ്യമായിട്ടാണ് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്. പിശാച് വിചാരിച്ചത് ഈ ലോകത്തിലെ സകല മനുഷ്യരും തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു എന്നാണ്. എന്നാൽ യോബിനെ കുറിച്ച് പറഞ്ഞത് ആദ്യമായിട്ടാണ് പിശാച് കേട്ടത്, ഇങ്ങനൊരു മനുഷ്യനെ കുറിച്ച്. അത് പിശാചിന് വലിയൊരു നാണക്കേടായി മാറി. എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എന്ന ചോദ്യം ദൈവത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തി. അടുത്ത നിമിഷം മുതൽ ഈ ദൈവഭക്തനെതിരെ പ്രവർത്തിക്കുന്ന പിശാചിന്റെ ഇടതടവില്ലാത്ത പ്രവർത്തനങ്ങളും അതേ തുടർന്നുള്ള വേദനകളും പ്രയാസങ്ങളുടെയും നടുവില് ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് നാം യോബിനെ കൂടുതലായിട്ട് അറിയുന്നത്. ഇത്രയേറെ കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ചിട്ടും തന്റെ ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം എന്നെ കൊന്നാലും ഞാൻ ദൈവത്തെ തന്നെ കാത്തിരിക്കും എന്ന് പറയുന്ന സാക്ഷ്യം. ഹല്ലേലൂയ. ഞാൻ എന്റെ നടപ്പ്, യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, എന്റെ നടപ്പ് ദൈവത്തിന്റെ മുമ്പാകെ തെളിയിക്കും. എന്റെ പ്രത്യാശയോടെ ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിന്ന ഭക്തനായ മനുഷ്യനായിരുന്നു ഈ യോബ്. ദൈവത്തിന് സ്തോത്രം. അവസാനം പിശാച് ഈ ഭക്തന്റെ മുമ്പിൽ തോറ്റുപോയി. സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി വേദപുസ്തകത്തിലും ചരിത്രത്തിലും ക്രിസ്തീയ ലോകത്തിൽ ഈ ഭക്തൻ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് 5:11. യാക്കോബ് 5:11.
സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ദൈവവുമായി ആരാധനയിലൂടെ ബന്ധം പുലർത്തുന്നവനായിരുന്നു യോബ്. അനേക വിശ്വാസവീരന്മാർക്ക് ഇദ്ദേഹം ഒരു മാതൃകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ദൈവസ്ഥനിലായിരിക്കും എത്ര പേരുണ്ട്? കയ്യൊന്നുയർത്തി. അതിരാവിലെ എഴുന്നേറ്റ് എത്ര പേരിവിടെ ഉണ്ട്? എത്ര പേര് കൈകൊട്ടി? ഹല്ലേലൂയ. ഞാൻ വെളുപ്പിനെ 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ. ഒരു ദിവസത്തിന്റെ ആരംഭം ദൈവത്തോട് കൂടെ തുടങ്ങിയാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അനുഗ്രഹം. തിരുവചനം പരിശോധിച്ചാൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും യാഗം കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. ഇപ്പം നമ്മുടെ ഇടയിലുള്ളതുപോലെ ഭക്തനായ ദാവീദ് ശൗലിനെ ഭയന്ന് യഹൂദ മരുഭൂമിയിലിരിക്കുമ്പോൾ എഴുതിയതാണ് 63-ാം സങ്കീർത്തനം. ഇതിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ദൈവമേ അങ്ങന്റെ ദൈവം. അടുത്ത കണ്ടവാ അതികാലത്തെ ഞാൻ എഴുന്നേറ്റ് അങ്ങനെ മഹത്വപ്പെടുത്തും. നാളെ മുതൽ അധികാലത്തെ എഴുന്നേറ്റ് ദൈവസ്ഥനിൽ നിന്നായിരുന്നു നോക്കി നിങ്ങളുടെ ജീവിതം ഓരോ ദിവസത്തും മാത്രം അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അതിരാവിലെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതലിന് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയം ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെയാണ് പങ്കെടുക്കുന്നത്. യോബ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിരാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവമുള്ളയാളായിരുന്നു. മറ്റൊന്നുമില്ലെങ്കിൽ തന്നെയും എനിക്ക് നിങ്ങൾക്ക് തന്നെ എനിക്ക് തലമുറകൾക്ക് വേണ്ടി എത്ര പേര് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും? അവരുടെ തലമുറകളെ അവിടെ അനുഗ്രഹിക്കണമേ, തിരുവിതപ്രകാരം അവിടുന്ന് അവരെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എത്രത്തോളം എഴുന്നേറ്റ് അതിരാവിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി അതിരാവിലെ ദൈവസ്ഥനിൽ ആയിരിക്കുന്നവരാണോ നാം? നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിന്റെ ആദ്യ മണിക്കൂറുകൾ ദൈവത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നാം വിജയിക്കുമെന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷയില് പിതാവുമായി രാവിലെ ബന്ധപ്പെടുന്ന ഒരു സ്വഭാവം ദൈവത്തിനുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ മുന്നിൽ കാണുന്നത് മുമ്പേ അവരുടെ രാജ്യവും നീതി അന്വേഷിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് സകലത കിട്ടുമെന്നാണ്. ഹല്ലേലൂയ. എനിക്ക് ദൈവം നൽകിയ തലമുറകൾ ദൈവ ഭയത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അവരെ ആളയച്ചു വരുത്തി ശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിയെയും വിശുദ്ധ വേദത്തിൽ നാം കാണുന്നില്ല. എന്നാൽ ഈ യോബ് അങ്ങനെയുള്ള മനുഷ്യനായി. പാപം കുടികുത്തി വാഴുന്ന ലോകത്തില് ഒരുപക്ഷെ തന്റെ മക്കളും അറിഞ്ഞോ അറിയാതെയോ ഹൃദയം കൊണ്ട് അകന്നു പോയിരിക്കാം എന്ന ചിന്തയാണ് മക്കളെ വിളിച്ചു വരുത്തി വിശദീകരിക്കുവാൻ ഈ യോബിനെ പ്രേരിപ്പിച്ച സംഗതി. ഇന്നും അതേ അവസ്ഥയാണ് ഈ ലോകത്തിൽ. ഇന്നും പാപം വർദ്ധിച്ചിട്ടേ ഉള്ളതുകൊണ്ട് നാം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അധികമായി ആവശ്യമായിരിക്കുകയാണ്. നാം പറഞ്ഞതുകൊണ്ട് നമ്മൾ പേപ്പറിൽ വായിച്ചതുകൊണ്ട് തന്നെ വേഗമില്ല സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. കൊടുത്ത തലമുറ അപ്രകാരം വേദനിപ്പിക്കുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ കൊടുത്തുകൊണ്ടാണ് അവർ സ്വയം കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. നാം കഷ്ടപ്പെട്ട് വളർത്തിയ തലമുറകൾ നമ്മളെ വേദനിപ്പിക്കുന്നവരാണെങ്കിൽ, ഞാൻ കേട്ടത് ഈ മാതാപിതാക്കളെ ആ പയ്യന് കെട്ടിയിട്ട് അടിക്കുമായിരുന്നു നാം കേട്ടത്. ഹല്ലേലൂയ. ആലോചിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നാം നോക്കി നാം വളർത്തിയ തലമുറകൾ നമുക്ക് മനസ്സമാധാനം തരാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് നമ്മുടെ കൈയും കാലും കെട്ടിയിട്ട് വടികൊണ്ട് നമ്മെ അടിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നാം അവരെ വളർത്തുന്നത് എങ്ങനെ? ദൈവഭക്തിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നാം തയ്യാറാണ്.
മക്കൾ ദൈവസന്നിധി വിട്ടുപോകുന്നു എന്നറിഞ്ഞിട്ടും അവരെ നിയന്ത്രിക്കുകയോ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ചെയ്യാത്ത അനേകം കുടുംബങ്ങളെ നമുക്കിത് വിശ്വാസ ലോകത്ത് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു പുരോഹിതന്റെ കാര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഏലി പുരോഹിതൻ തന്റെ മക്കള് ദൈവാലയത്തിലെ ജോലിക്കാരായ സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുകയും ആലയത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് പൈസ കൈയിട്ട് വാരുകയും ചെയ്തിട്ടും ഏലി പുരോഹിതന് ഉപദേശിച്ചു. പക്ഷെ വേണ്ടവത് ഉപദേശിച്ച് അവരുടെ തെറ്റുകളെ തിരുത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ഇരിക്കുന്നയിടത്തു നിന്നും വീട് കഴുത്തൊടിഞ്ഞു മരിക്കുകയായിരുന്നു പുരോഹിതൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. താൻ തികച്ചും ഒരു ദൈവഭക്തനായിരുന്നതുകൊണ്ട് തന്റെ തലമുറകളും താൻ നിൽക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആഗ്രഹിച്ചു. നാം ഏതാണ്ടതുപോലൊക്കെ തന്നെയല്ലേ നാം നിൽക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നമ്മുടെ മക്കളെയും ആ നിലയ്ക്ക് കൊണ്ടുവരുവാൻ നാം എപ്പോഴും നാം ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി നാം തയ്യാറെടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ 44-ാം വാക്യം. മറ്റൊരാൾക്ക് വായിക്കാം. 1 പത്രോസ് 1:16. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധനായിരിക്കണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവപ്രകാരം ദൈവസ്ഥിതിയായിരുന്നു. വാക്യം 1 പത്രോസ് 1:16. 1 പത്രോസ് 1:16. മതി. ഈ ദൈവിക പ്രമാണം ഭക്തനായ യോബ് മുറുകെ പിടിച്ചിട്ട് ഇന്ന് ഞാൻ എന്തെങ്കിലും വിശ്വാസത്തിൽ മുന്നേറുന്നതുപോലെ നമ്മുടെ തലമുറകളും മുന്നേറണം എന്ന് ആഗ്രഹിക്കേണ്ടത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാവശ്യമാണ്. സ്വന്തം മക്കൾ തെറ്റി നടന്നാൽ അവരെ വിളിച്ചു വരുത്തി ഉപദേശിക്കുവാനോ ശുദ്ധീകരിക്കുവാനോ നാം തയ്യാറാകുക. പലപ്പോഴും അന്യരുടെ മക്കളെ കുറ്റപ്പെടുത്തുവാനും അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും നാം മുൻപന്തിയിൽ തന്നെയാണ്. 1 തെസ്സലോനിക്കരുടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ൽ കാണുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. എബ്രായർ 12:14 കാണുന്നു ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. ഇതിനെ കേൾക്കുന്ന ദൈവജനമേ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. തലമുറകളെ ഉപദേശിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിന് പകരം അവരെ ന്യായീകരിച്ചു നിൽക്കുക അനേകം മാതാപിതാക്കളെ ഇന്ന് വിശ്വാസ ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഇവർ ക്രിസ്തുവിന്റെ നാമത്തിന് അപമാനവും ദൈവവേലയ്ക്ക് വെല്ലുവിളിയുമാണ്. താൻ ആരാധിക്കുന്ന ദൈവത്തെ തന്റെ മക്കൾ ആരാധിച്ചു കാണുവാൻ ആഗ്രഹിച്ച ഭക്തനായിരുന്നു യോബ്. നാം എങ്ങനെയുള്ളവരാണ്? ഒരു സ്വയ പരിശോധനയ്ക്കുള്ള സമയമാകട്ടെ രാവിലെ. ജീവിതത്തിൽ സകലം നഷ്ടപ്പെട്ടിട്ടും ഏറെ പ്രതീക്ഷയുടെ മക്കളെ വളർത്തുകയും അവരെ കരുതുകയും തന്റെ വിശ്വാസത്തിൽ അവരെ നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു യോബ്. പക്ഷേ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് തന്റെ തലമുറകൾ ഒന്നുപോലും ജീവിച്ചിരിക്കുവാൻ ഇടയായില്ല. തലമുറകൾ നഷ്ടപ്പെട്ടു, തന്റെ സകല സമ്പാദ്യവും നഷ്ടപ്പെട്ടു. എല്ലാം നശിച്ചുപോയ ഒരു മനുഷ്യന്റെ നിരാശ നിറഞ്ഞ വാക്കുകളല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ അതേക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അതിഗംഭീരമായ പ്രത്യാശയുടെ വാക്കുകളാണ്. നമ്മുടെ ചെറിയൊരു പ്രയാസം വരുമ്പോൾ നാം എപ്രകാരം സാക്ഷ്യം പ്രാപിച്ച വ്യക്തികളാകും? നമ്മെ തന്നെ കുറ്റപ്പെടുത്തുമോ അതോ ദൈവത്തെ കുറ്റപ്പെടുത്തുമോ? ഇതിന്റെ നടുവിൽ ഈ ഭക്തൻ പറയുന്നത് എന്താ? യോബിന്റെ പുസ്തകം 13:15. യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15. കൊന്നാൽ
എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും തന്നെ ദൈവത്തിൽ നിന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ മാറ്റുവാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം നമ്മെ അറിയിക്കുകയാണ്. ജീവിതത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ ഭക്തന്മാർക്കും നമ്മോട് സംസാരിക്കാനുള്ള അവരുടെ സാക്ഷ്യത്തിൽ കൂടെ പ്രശ്നങ്ങൾ കൊടുങ്കാറ്റ് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ തിരമാലകൾ പോലെ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ, രോഗം നമ്മുടെ ശരീരത്തെ അലട്ടുമ്പോൾ നമ്മുടെ ആശ്രയം ആരിലാണ്? ഒരു നിമിഷം ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെയും നിങ്ങളെയും ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുവാനല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. എല്ലാം സുഗമമായിരിക്കുമ്പോൾ ചിരിക്കുവാനും കൈയടിക്കുവാനും ആർക്കും സാധിക്കും. പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിരിക്കുവാനും കൈയടിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും എത്ര പേർക്ക് സാധിക്കും? അതിനായിട്ട് യോബിനെ പോലെ നാം ആയിത്തീരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പൗലോസിനെ പോലെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുമ്പോൾ മരണത്തെയോ ജീവിതത്തെയോ മറ്റൊന്നും ചിന്തിക്കാതെ ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി അദ്ദേഹം നിലകൊണ്ടതുപോലെ ഞാനും നിങ്ങളും നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നാം മറ്റുള്ളവർക്ക് വേണ്ടിയും സമയങ്ങൾക്ക് വേണ്ടിയും അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലോ. ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രവർത്തിച്ചാൽ നാം ഒരിടത്തും ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവത്തിന്റെ മനോഹാരിതയെ പ്രകൃതിയിലൂടെ കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയും. മറ്റുള്ളവരുടെ ദുഃഖവും കഷ്ടതയും ഒക്കെ പലപ്പോഴും നാം മനസ്സിലാക്കുന്നത് നമ്മുടെ കണ്ണുകളിൽ കൂടെയാണ്. എന്നാൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് ഇടർച്ചയായി തീരുന്നത് എപ്പോഴാണ്? എന്നാൽ നമ്മുടെ കണ്ണുകൾ നഷ്ടപ്പെട്ട ചിലരെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹവ്വ, ശിംശോൻ, ദാവീദ്, ശലോമോൻ, ഏഹസി, ആഗാർ, ബിലയ തുടങ്ങിയ അനേകരെ വിശുദ്ധ വേദത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ഭക്തനായ യോബ് തന്റെ കണ്ണുകളുമായിട്ട് ഒരു നിയമം ചെയ്തവനായി ദൈവസന്നിധിയിൽ. യോബ് 31:1. യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്യും, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഞാൻ എന്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തു. ഹല്ലേലൂയ. ആകാത്തടത്തേക്ക് കണ്ണൊരിക്കലും പോകരുത്. ആകാത്തത് നോക്കുന്നത് തെറ്റല്ല, വീണ്ടും നോക്കുന്നത് തെറ്റാണ്. അവർ ലോകത്ത് ജീവിക്കുമ്പോൾ ആകാത്ത പലതും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടെന്നില്ല, അത് പാവമല്ല. വീണ്ടും വീണ്ടും അത് ആസ്വദിക്കാനായി നോക്കുന്നത് തെറ്റാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വിശ്വാസികളുടെ ലോകം ഇത്രമാത്രം സാക്ഷ്യമില്ലാതെ മുമ്പോട്ട് പോകുന്നതിന്റെ കാരണം കണ്ണുകളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഉപദേശകന്മാരും സഭാ ശുശ്രൂഷകന്മാരും ഇന്ന് സഭയിലുള്ളത് കൊണ്ടാണ്. പലയിടത്തും ദൈവവേലക്കാർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഉയരത്തിലേക്ക് നോക്കുന്നതിന് പകരം സമ്പത്തിലേക്കും അധികാര കസേരയിലേക്കും നോക്കുകയാണ്. എന്തിനേറെ പറയുന്നു, മറ്റുള്ളവരുടെ കുടുംബ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും ശ്രദ്ധിക്കുന്ന എത്രയോ ആളുകളെ ഇന്ന് നമുക്ക് വിശ്വാസ ലോകത്ത് കാണുവാൻ കഴിയും. നമ്മുടെ നോട്ടം മാറിയാൽ നമ്മുടെ ലക്ഷ്യം തെറ്റും. ലക്ഷ്യം തെറ്റിയാൽ നാം ലോകത്തിന് മുമ്പിൽ പരിഹാസപാത്രമായി തീരും. അവസാനം അവഹേളിക്കപ്പെട്ട് മറ്റുള്ളവരുടെ ഇടയിൽ ലോക മനുഷ്യരെ പോലെ ഞാനും നിങ്ങൾ തള്ളപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം കേൾക്കുന്ന ജനമേ, നമ്മുടെ കണ്ണുകളെ കൊണ്ട് നാം ഒരു നിയമം ദൈവത്തിൽ ചെയ്തു കൊള്ളണം. നമുക്ക് വേണ്ടി നിത്യതയാണ്. ഹല്ലേലൂയ. പിന്നെ വിശ്വാസികൾ എന്ന് പറയുന്ന അനേകരുടെയും കണ്ണ് അല്പസമയം കിട്ടിയാൽ എവിടെയാണ്? സ്ത്രീ പുരുഷന്മാരടക്കം സകലരുടെയും കണ്ണുകളുമായി അവർ നിയമം ചെയ്തിരിക്കുന്ന ഇന്ന് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെയാണ്. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഫോണിൽ തന്നെ അവരുടെ കണ്ണ്. ഹല്ലേലൂയ. വിശ്വാസികളായ നാം നമ്മുടെ കണ്ണുമായി ഒരു നിയമം ചെയ്ത് ദൈവത്തിന്റെ മുമ്പിൽ നിയമം ചെയ്യേണ്ടത് ഒഴിച്ചുകൂടാൻ വയ്യ, അത്യാവശ്യമാണ്. യോബിനെ പോലെ നമ്മുടെ നോട്ടം
ഉയരത്തിലേക്കായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്ലാത്ത പക്ഷം നമ്മുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളയുവാൻ നിർബന്ധിതരായി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28, 29, 30 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28, 29, 30 വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. അപ്പോൾ ശരീരത്തിന്റെ ഏത് അവയവം കൊണ്ട് നമുക്ക് പാപം ചെയ്യുവാൻ സാധിക്കും? ചില മനുഷ്യരുണ്ട്, ആരെക്കുറിച്ചും കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ മൂന്നാമതൊരാളെ കുറിച്ച് ആരെങ്കിലും തങ്ങളോട് കുറ്റം പറഞ്ഞാൽ അത് കേട്ട് വളരെയധികം സന്തോഷിച്ചു. തിരിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ അതിൽ ആ കേൾക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ഇങ്ങനെയുള്ളവർ ഏത് അവയവം കൊണ്ടാണ് പാപം ചെയ്യുന്നത്? പറയുന്നയാൾ തന്റെ നാക്കുകൊണ്ടും കേൾക്കുന്നയാള് പാപം ചെയ്യുന്നുണ്ടോ? പറയുന്ന ആൾ തന്നെ നാക്കുകൊണ്ടും കേൾക്കുന്ന ആള് ചെവി കൊണ്ടും പാപം ചെയ്യും. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവം കൊണ്ടും നമുക്ക് പാപം ചെയ്യാമെന്ന ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ വിശുദ്ധ വേദ പുസ്തകം നമുക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. വായിക്കാം. 5:30 നമുക്ക് അവസാന വാക്യം, 5:30 അവസാന വാക്യം. അതിനെ വെട്ടിയെന്ന് കളഞ്ഞേക്കാം. സകല അവയവം ഒത്ത് നരകത്തിൽ ചെല്ലുന്നതിനേക്കാൾ ഏതെങ്കിലും അവയവില്ലാതെ സുഖത്തിൽ ചെല്ലുന്നത്രേ. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചുവയിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവഹിതപ്രകാരമുള്ള ശോധനയാണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് യോബിന് അറിയാമായിരുന്നു. സ്വന്തം ഭാര്യയുടെ വാക്കുകൾക്കും ആശങ്കകൾക്കോ താൻ ചെവി കൊടുത്തില്ല. ദൈവം എന്നെ ശോധന ചെയ്താൽ ഞാൻ ഇല്ലാതെയായി പോകുമെന്ന് ഒന്നും അദ്ദേഹം ചിന്തിച്ചില്ല. അത് എന്നെ പൊന്നുപോലെ പുറത്തു വരുവാൻ കാരണമായി തീരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നുള്ള സകല അശുദ്ധിയും നീക്കി സ്വർണം തട്ടാന്റെ ഉരയിൽ തീ കൂടി കയറിയിറങ്ങി അതിനുള്ള സകല അശുദ്ധിയും മാറി ശുദ്ധമായ സ്വർണം ആയിത്തീരുന്നത് പോലെ ഈ പരീക്ഷകള് എന്നെ കൂടുതൽ കൂടുതൽ ശുദ്ധീകരിക്കുവാനിടയായിത്തീരുമെന്നാണ് യോബ് പറഞ്ഞത്. എനിക്ക് നിങ്ങൾക്കും അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താളിരുന്നു. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ശുദ്ധിയുള്ളവരായി ഈ ലോകത്തിന് മുമ്പിൽ മറ്റുള്ള മുമ്പിൽ നിൽപ്പാൻ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറയേണ്ട കാര്യമില്ല. നാം അതിനായി ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതിനായി നമുക്ക് ഒരുക്കമില്ലെന്ന് മാത്രമല്ല, അത് ഒരിക്കലും നാം ഇഷ്ടപ്പെടുന്നുമില്ല. ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വേദനകൾ കടന്നു വരും. നമ്മെ ശുദ്ധീകരിക്കുവാനിടയായ അത് നാം ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെ കാരണം. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെയാണ് യോബ് മറ്റുള്ള വ്യക്തികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവരായിത്തീരുന്നത്. തിരുവചനത്തിൽ കാണുന്ന പല ഭക്തന്മാരായ നമ്മുടെ പിതാക്കന്മാരും യേശുക്രിസ്തു രണ്ടാമത്തെ വരവിനായി കാത്തിരുന്നവരായിരുന്നു. എബ്രായരുടെ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന് 9 കാണുന്നു. ക്രിസ്തു രണ്ടാം വരവിൽ ഒന്നാം പുനരുദ്ധാനം പ്രതീക്ഷിച്ചാണ് തന്റെ ഭാര്യയായിരുന്ന എബ്രായർ 11:9. വായിച്ചു. എബ്രായർ 11:9. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിനും കൂട്ടവകാശികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറായി വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന്റെ ശക്തി പ്രാപിച്ചു. ക്രിസ്തുവിന്റെ രണ്ടാം വരവില് ഒന്നാം പുനരുദ്ധാനം പ്രതീക്ഷിച്ചാണ് തന്റെ ഭാര്യയായും സാറായും മറ്റുള്ളവരും തങ്ങളുടെ അടക്കത്തിനായി മക്പേല ഗുഹ തിരഞ്ഞെടുത്തത്.
ക്രിസ്തുവിന്റെ രണ്ടാം വരവില് തന്റെ പുനരുദ്ധാനം കനാൻ നാട്ടിൽ നിന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചതിനാലാണ് തന്റെ മരണശേഷം അസ്ഥികളെ അവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽ മക്കളോട് ജോസഫ് പറഞ്ഞത്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50:25. ഉൽപ്പത്തി പുസ്തകം 50:25. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. കേട്ടോ, അപ്പോൾ ഒരുപക്ഷെ താൻ രോഗബാധനായി മരിച്ചാലും തന്റെ നാവ് കൊണ്ട് പാപം ചെയ്യുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ തന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം താൻ ദേഹസഹിതനായ ദൈവത്തെ കാണുമെന്നാണ് യോബ് പറയുന്നത്. അത് മറ്റാരുമല്ല, ഞാൻ തന്നെ കാണും എന്നുള്ള വലിയ പ്രത്യാശ യോബിനുണ്ടായിരുന്നു. ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന ഒരു ഉറപ്പാണ് തന്നെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനിടയാക്കുന്നത്. പ്രിയ ദൈവജനമേ, ഭക്തനായ യോബ് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചത് എങ്ങനെയെന്ന് തന്റെ ജീവിതത്തിൽ ചില ഭാഗങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ആർക്കും അനുകരിക്കുവാൻ കഴിയുന്ന തക്ക വിശ്വാസവും പ്രത്യാശയും തനിക്കുണ്ടായിരുന്നു. യോബിന്റെ പുസ്തകം 27:4-6 വരെ വായിക്കുമ്പോൾ നമുക്ക് ദൈവവും യോബിന്റെ സത്യസന്ധത കാണുവാൻ കഴിയും. അവിടെ പറയുകയാണ്, എന്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല, എന്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയില്ല, നിങ്ങളുടെ വാദം ഒരു നാളും ഞാൻ സമ്മതിക്കുകയില്ല, മരിക്കുമ്പോൾ എന്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല, എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു, എന്റെ ഹൃദയം എന്റെ നാളുകൾ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. നോക്കണേ, ഇത്ര വലിയ ശോധനയിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യൻ സകലരെയും അതിശയിപ്പിക്കുന്ന ഈ വിധത്തിലുള്ള ഒരു സാക്ഷ്യം ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറയുവാൻ കാണുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവഹിതപ്രകാരം വലിയൊരു സാക്ഷ്യത്തിന്റെ ഉടമയായ ഭക്തൻ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, സംശയമില്ല. അവിടെ നാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് എന്നാൽ ഈ ഭക്തനെ പോലെ എനിക്ക് നിങ്ങൾക്കും പറയുവാൻ സാധിക്കും, എന്റെ വീടിന്റെ അടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. ഈ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓരോ ദിവസവും നാം മരണം കേൾക്കാത്ത ദിവസങ്ങളിൽ അടക്കാൻ പോകുന്ന പാട്ടുകൾ നമ്മൾ വൈകിട്ടൂടെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒന്നും കൂടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. ഉച്ചത്തിൽ പാടുക. ആകെ അൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. 91-ാം സങ്കീർത്തനമാണെന്ന് തോന്നുന്നു അതിന്റെ. അതെ, 90-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 10-ാം വാക്യത്തിൽ കാണുന്നു, അവരുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ വീണ്ടുവരവിൽ എടുക്കപ്പെട്ട് ആ നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ്. സകല കന്മഷവും സകല വേണ്ടാത്തതും നമ്മുടെ ജീവിതത്തിൽ നീക്കി ദൈവം നമ്മൾ സന്തോഷിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതത്തിന് ഉടമയായി തീരുവാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സ്പഷ്ടമായി അനുഗ്രഹിക്കും.